കോഴിക്കോട് ബീച്ചില് കഞ്ചാവ് ഉണക്കാനിട്ട യുവാവ് ഉറങ്ങിപ്പോയി. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് ബീച്ചിന്റെ സൈഡിൽ കിടന്ന് തൊട്ട് ആ കഞ്ചാവിനോട് ചേർന്ന് തന്നെ കിടന്നുറങ്ങി. അല്ല ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടം കണ്ടില്ല. ഇത് കണ്ട ആരോ പോലീസിൽ പരാതിയാണോ പോലീസ് നേരിട്ട് കാണുകയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആളകത്തായി. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. വിവരങ്ങളുമായി എബിൻ ജോസ് ആണ് ചേരുന്നത്. ഇവൻ എന്തൊരു അവസ്ഥയാണ്? കടയ്ക്ക് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ കരുതിട്ടാ. ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടാ. കുറ്റകരമാണ് എന്ന് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ലല്ലോ ഇത്തരത്തിൽ കഞ്ചാവൊക്കെ ഉണക്കാനിട്ടിട്ട് സൈഡിൽ കിടന്നുറങ്ങുന്നു. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു, അത് പോലീസ് കണ്ടെത്തുകയായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. കഞ്ചാവ് ഉണക്കാനിട്ട് അതിന്റെ സൈഡിൽ പാവിരിച്ച് കിടന്നുറങ്ങുന്ന യുവാവ്. കൗതുക ലേശം കൂടുതലാണ്. രാവിലെ വ്യായാമത്തിനും അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കളിക്കാനൊക്കെയായി എത്തിയ ആളുകളാണ് ഇത്തരം ഒരു കാഴ്ച കണ്ടത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പോലീസ് എത്തിയപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. ആൾ മുൻപും ഈ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാളിൽ നിന്ന് ഏകദേശം 370 ഗ്രാമോളം കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.